ഹലോ, ഗുഡ് ഈവനിങ് ഓൾ. ഷീ ഇന്റർനാഷണലിന്റെ 10ാം ക്ലാസ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഹിന്ദി ഡെമോ ക്ലാസ് ഓൺലൈൻ ക്ലാസ്സിലാണ് ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഷീന്റെ ഫാക്കൽറ്റി ആയിട്ടുള്ള മാളവിക മാം ആണ് നിങ്ങൾക്ക് ഇന്ന് ഹിന്ദിയുടെ ക്ലാസ് എടുക്കാൻ പോകുന്നത്. എല്ലാവരും ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കുക. ആരെങ്കിലും അൺമ്യൂട്ട് ആയിട്ടുണ്ടെങ്കിൽ മ്യൂട്ട് ചെയ്തിട്ട് ക്ലാസ് നിർബന്ധമായിട്ട് കേൾക്കുക. ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് മാമിനെ സ്വാഗതം ചെയ്യാണ്. മാം പ്ലീസ്. ഹായ്, ഗുഡ് ഈവനിങ്. ഇപ്പൊ എല്ലാരും 10th സ്റ്റാൻഡേർഡിലേക്ക് അല്ലേ ജോയിൻ ചെയ്തു. ഇനി ഒരു 2 മാസം കഴിഞ്ഞാൽ നമ്മുടെ എക്സാം എടുക്കുകയാണ്. ഓൾമോസ്റ്റ് എല്ലാ സ്കൂൾസിലും എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ പോർഷൻസ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും എക്സാംസിനുള്ള റിവിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അല്ലേ? ഓക്കെ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. സോ നമുക്ക് ക്യാമറ എല്ലാവരും നോക്കട്ടെ. ക്യാമറയൊക്കെ ഒന്ന് ഓണാക്കിയിടും. എല്ലാവർക്കും ഇഷ്ടമാണോ ഹിന്ദി പഠിക്കാൻ? ഒന്ന് 2 പേരൊന്ന് റെസ്പോണ്ട് ചെയ്യൂ നോക്കട്ടെ. റജീന, നാജിയ, കുറച്ചല്ല. എല്ലാവരും ഒന്ന് ക്യാമറ ഓണാക്കിയിട്ട് നോക്കട്ടെ. ആരെങ്കിലും ഒക്കെ ഒന്ന് ഫേസ് കാണിക്കാൻ റെഡി ആണോ എന്ന്. കുറച്ച് ഇഷ്ടമാണ്. ഐഷ ക്യാമറ ഓണാക്കും നോക്കട്ടെ. എന്താണ് എല്ലാവർക്കും മടി? നമ്മൾ ബ്യൂട്ടിഫുൾ അല്ലാന്ന് തോന്നുന്നുണ്ടോ? ബ്യൂട്ടിഫുൾ ആണെന്ന് തോന്നുന്നവരൊക്കെ ഒന്ന് ക്യാമറ ഓണാക്കും. ക്യാമറ ഓണാക്കാൻ പറഞ്ഞുകൊണ്ട് ലെഫ്റ്റ് ആവണമെന്നില്ല. ഓക്കെ, സോ ആരും റെഡി അല്ല. ചിത്ര, വെരി ഗുഡ്. ഒരാൾ ഓണാക്കിയിട്ടുണ്ട് ക്യാമറ. ഗുഡ് ഗുഡ് ഗുഡ്. ചിത്രയാണ് ഓണാക്കിയത്. പോയോ? ഓഫ് ചെയ്തോ? ഓക്കെ, എന്തായാലും അപ്പം എന്താണ് ഹിന്ദി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് സാധാരണ? നിങ്ങൾ പറയാനുള്ള ആൻസർ ഓപ്പൺ ചെയ്ത് പറയാട്ടോ. റെഡി ആയവര് പേടിക്കണ്ട. നമ്മളിതൊരു വളരെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു സെക്ഷൻ പോലെയാണ്. നിങ്ങൾക്ക് എന്ത് തോന്നിയാലും പറയാം. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് ഹിന്ദി പഠിക്കാൻ ഇഷ്ടം? കുറച്ചിഷ്ടാവാൻ കാരണം എന്താണ്? മീനിങ് എന്താണ്? മീനിങ് മനസ്സിലാവുന്നില്ല എന്നോ? ഹിന്ദി ഭയങ്കര കടുപ്പാ. മീനിങ് മനസ്സിലാവുന്നില്ല എന്നാണോ? ഹിന്ദിയില് ഗ്രാമർ മനസ്സിലാവുന്നില്ല. ചിലർക്ക് മീനിങ് മനസ്സിലാവുന്നില്ല, ചിലർക്ക് ഗ്രാമർ മനസ്സിലാവുന്നില്ല. എഴുതണ്ട എങ്ങനെ അറിയില്ല. എഴുതണ്ട എങ്ങനെയാന്ന് അറിയുന്നില്ല. ഓക്കെ, അപ്പം ഇതിന്റെയൊക്കെ ബേസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്നാണ് അറിയാത്തത് ചിലവർക്ക് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത് അറിയില്ല. ഓക്കെ, അങ്ങനെ പല പ്രശ്നം കാണും. ചിലർക്ക് ഗ്രാമർ പ്രശ്നം കാണും. ശരി പറയുകയാണെങ്കിൽ നമ്മുടെ കേരള സിലബസ് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ഫുൾ 100% മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഹിന്ദി. ഓക്കെ, ബാക്കി മാത്സിനെ പോലെ നമ്മളൊന്നും ചെയ്ത് നോക്കണ്ട അല്ലേ? ആൻസർ എഴുതാൻ അറിയില്ല. ഓക്കെ, നമുക്ക് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൺ വേർഡ്സ് ഒന്നും എഴുതാൻ കിട്ടുന്നില്ല എന്നുള്ളതായിരിക്കും മോസ്റ്റ്ലി എല്ലാവരുടെയും പ്രശ്നം അല്ലേ? ഓൺ വേർഡ്സ് എഴുതാൻ പറ്റാത്തതാണ് കൂടുതൽ ആൾക്കാരും പറയുന്ന പ്രശ്നം. അപ്പം നമ്മുടെ ആൻസർ എഴുതുമ്പോൾ ഹിന്ദി വേർഡ്സ് കിട്ടുന്നില്ല. ഓക്കെ, അപ്പം ചിലർക്ക് ഹിന്ദി വേർഡ്സ് കിട്ടുന്നില്ല, ചിലർക്ക് അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് അല്ലെ, നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് റിലേറ്റ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് വരിക എങ്കിലും
കുറച്ച് ക്രിയേറ്റീവ് റൈറ്റിംഗ്. ഓക്കെ, നമുക്ക് ഇങ്ങനെ പുറത്തുനിന്ന് ഇപ്പൊ പത്രലേഖൻ പോലുള്ള കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് നല്ല പോലെ വായിച്ചിരിക്കണം. അതിനുപരി ടെക്സ്റ്റുമായി ബേസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ ഗ്രാമർ ബുക്സുകളും അതുപോലെ എന്താ പറയുക പ്രിന്റിയ പോലത്തെ ഉള്ള എക്സ്ട്രാ റിസോഴ്സസ് നമ്മൾ എന്ത് ചെയ്യണം, കുറേ വായിച്ചിരിക്കണം. ബിക്കോസ് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം മറ്റു സിലബസിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പഠിക്കുന്നോ അത് അവർ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാം എഴുതാൻ പറ്റും അല്ലേ. ഇപ്പൊ നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള സബ്ജക്റ്റിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് വരുന്നത് അല്ലേ ലാംഗ്വേജ്. ഇപ്പൊ മലയാളം എടുത്തവർക്ക് മലയാളം അറിയാം, ഇംഗ്ലീഷ് ആണെങ്കിൽ അങ്ങനെ തന്നെ അല്ലെ. നമ്മൾ പഠിച്ച സാധനം കാണാതെ നമ്മൾ എഴുതല്ലോ, അങ്ങനെ മാത്രം പഠിച്ച് എഴുതാൻ. പക്ഷെ ഇവിടെ എന്താ പറ്റുന്നത്, കോൺവേർട്സിൽ എഴുതേണ്ടി വരും. സോ ഫസ്റ്റ് തന്നെ നമ്മളൊരു ചാപ്റ്റർ വായിക്കുന്നു. ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഏതാണ്, ആരെങ്കിലും ഒരാള് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഏതാണ്? ബീർ ബഹൂട്ടി. വെരി ഗുഡ്, ബീർ ബഹൂട്ടി എന്നുള്ള ചാപ്റ്റർ. ഓക്കെ, അപ്പൊ അത് വായിക്കുന്ന സമയത്ത് നമുക്കതിലെ എല്ലാ കാര്യങ്ങളും ബീർ ബഹൂട്ടി, വെരി ഗുഡ്, ബീർ ബഹൂട്ടിയിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, മനസ്സിലാവണം. അതിന്റെ മീനിങ് മനസ്സിലാവണം, അതിലെ ക്യാരക്ടേഴ്സ് മനസ്സിലാവണം, അതിൽ എന്തിനെ കുറിച്ചാണ് പറയുന്നതെന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലായാലാണ് അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ അല്ലെ. നമുക്ക് പാരഗ്രാഫിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നിങ്ങൾ സ്കൂൾസിലല്ലേ ഇപ്പൊ കുറെ എക്സാംസ് ഒക്കെ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടും ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ. സോ നമുക്ക് കാണാൻ പറ്റും ഒരു പാരഗ്രാഫ് അല്ലെ, ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരിക. നമ്മുടെ മെയിൻ ഇന്റൻഷൻ എന്ന് പറയുന്നത് എന്തായാലും മാർക്ക് കിട്ടുക എന്നുള്ളതാണെങ്കിൽ പോലും നമ്മൾ പഠിക്കുന്ന സമയത്ത് മാർക്കിനെ മാത്രം ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യില്ല, ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അത് നമ്മുടെ സിലബസിന്റെ ഒരു പ്രശ്നമാണ്. നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ചാപ്റ്റർ മാത്രം പഠിച്ചു പോകും അല്ലെ. നമ്മളെ എന്താണ് ശരിക്കുന്നത്? ഓക്കെ, അപ്പം നമ്മൾ അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല. നമുക്ക് എഴുതാൻ, നമുക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ ഉള്ള ഒരു കഴിവാണ് നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ആ ബീർ ബഹൂട്ടി വായിക്കുന്ന സമയത്ത് ബീർ ബഹൂട്ടിയിലെ ക്യാരക്ടേഴ്സ് ആരൊക്കെയാന്ന് അറിഞ്ഞിരിക്കുന്നു പറയാൻ പറ്റുമോ? ഓക്കെ, അപ്പൊ ബേല സാഹിലിന്റെ കഥ നമുക്കറിയാം അല്ലെ. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ബേല സാഹിൽ. അതുപോലെ ഇഷ്ടംപോലെ സ്റ്റോറീസും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. നമുക്ക് പോയംസ് ഉണ്ട് പഠിക്കാൻ. ഓക്കെ, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പം അത് പഠിക്കുന്ന സമയത്ത് ജസ്റ്റ് കഥ അറിയാം എന്നുള്ളത് കൊണ്ട് നമുക്ക് മലയാളം പോലെ എഴുതാൻ പറ്റില്ല. ഈ പറഞ്ഞ പോലെ നമുക്ക് എന്ത് ചെയ്യണം, അതിന്റെ ഗ്രാമർ മനസ്സിലാവണം, അല്ലെങ്കിൽ ഗ്രാമറിലുപരി അതിന്റെ സ്വന്തമായിട്ട് നമുക്ക് വേർഡ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റണം അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, കുറേ പ്രാവശ്യം ഈ ചാപ്റ്റർ തന്നെ നമ്മൾ വായിക്കണം. എത്ര പ്രാവശ്യം ഈ ചാപ്റ്റർ വായിച്ചിട്ടുണ്ട് ആരെങ്കിലും ഒരാള്? ഐഷ ഷസീൻ എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ബുക്കിലെ ബീർ ബഹൂട്ടി എന്ന് പറഞ്ഞ ചാപ്റ്റർ എത്ര പ്രാവശ്യം വായിച്ചിട്ടുണ്ട്? 2 പ്രാവശ്യം. 2 പ്രാവശ്യം. ഓക്കെ, വേറൊരാള് അജിനാസ് എത്ര പ്രാവശ്യം വായിച്ചു? 3 വട്ടം. ഓക്കെ, 3. ഓക്കെ, മുഹമ്മദ് സിനാൻ എത്ര പ്രാവശ്യം വായിച്ചിട്ടുണ്ട് ആ ചാപ്റ്റർ? ഞാൻ 2 പ്രാവശ്യം. എന്താ പറഞ്ഞ സിനാൻ? 2 വട്ടം. 2 വട്ടം. ഓക്കെ, എല്ലാവരുടെയും സ്കൂൾസില് ഈ ഒരു ചാപ്റ്റർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെ. എന്തായാലും ബീർ ബഹൂട്ടിയുടെ ഒരു 2-3 പ്രാവശ്യം എക്സാംസ് ഒക്കെ ഇട്ടും കഴിഞ്ഞിട്ടുണ്ടാവണം. അപ്പം 2 വട്ടം എന്ന് പറയുന്നത് വളരെ മിനിമമാണ് അല്ലെ. നമ്മൾ എത്ര പ്രാവശ്യം വായിക്കുന്നു അത്രയും പ്രാവശ്യം നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ മനസ്സിൽ ഈ ചാപ്റ്റേഴ്സ് ഒക്കെ സ്റ്റിക്ക് ഓൺ ചെയ്യും എന്നുള്ളതാണ് അല്ലെ. നമ്മളിപ്പോ ഒരു കഥ അല്ലെങ്കിൽ ഒരു
ഏതെങ്കിലും ഒരു പേജ്, നമ്മളൊരു പേപ്പർ, ഒരു സാധനം നമ്മൾ ഒരു 5 പ്രാവശ്യം വായിക്കുമ്പോൾ നമുക്ക് എന്താണ്, അടുത്ത പ്രാവശ്യം വായിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഓരോരോ വേർഡ്സ് വരും. അപ്പൊ ഈ വേർഡ്സ് കിട്ടുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വായിക്കാറില്ല. ഓക്കെ, നമ്മള് മലയാളം വായിക്കുന്ന പോലെ ഹിന്ദി ടെക്സ്റ്റ് എടുത്ത് വായിക്കില്ല, ഷുവർ ആണ്. ഓക്കെ, അപ്പം ആ ഒരു പ്രശ്നം നമ്മൾ സോൾവ് ചെയ്യണം. നമ്മൾ ചുമ്മാ ഒരു റാൻഡം ആയിട്ട് മനസ്സിലായില്ലെങ്കിലും ചുമ്മാ കുറച്ചു നേരം എന്ത് ചെയ്യാം, ടെക്സ്റ്റ് ബുക്ക് വായിക്കുക എന്നുള്ളതാണ്. റിയാൻ മുഹമ്മദ്. ഓക്കെ, അപ്പം അങ്ങനെ അതുപോലെ കവിതകളാണെങ്കിലും എന്ത് ചെയ്യാം, കുറേ പ്രാവശ്യം വായിക്കുക. വായിച്ചിട്ടാണ് നമ്മൾ പഠിക്കുക. സോ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഇതാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എങ്കിൽ അല്ലെ, നമുക്ക് എത്ര യൂണിറ്റ്സ് ഉണ്ടെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എത്ര യൂണിറ്റ്സ് ഉണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്? എത്ര യൂണിറ്റ്സ് ഉണ്ട്? എത്ര പാഠം എന്നല്ല, എത്ര യൂണിറ്റുകൾ? 5 യൂണിറ്റ്. 5 യൂണിറ്റ്സ് ഉണ്ട് അല്ലെ. 5 യൂണിറ്റ്സും എടുത്തു കഴിഞ്ഞോ എല്ലാവരും സ്കൂളിലും? ഒരു പാഠം എടുത്തു കഴിഞ്ഞു. ഓരോ സ്കൂളിലും ഓരോ പോലെ അല്ലെ. അപ്പം നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൽ വരുന്ന ചാപ്റ്റർ ആയിരുന്നു ബീർ ബക്കൂട്ടി നമ്മളിപ്പോ പറഞ്ഞത് അല്ലെ. ബീർ ബക്കൂട്ടി കഴിഞ്ഞ അടുത്ത ചാപ്റ്റർ ഏതാന്ന് ആർക്കെങ്കിലും പറയാമോ? ഹതാശ ഏക് വ്യക്തി. ഹതാശ ഏക് വ്യക്തി. ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ളതോ? ആ യൂണിറ്റിൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? അടുത്ത ചാപ്റ്റർ ടൂട്ടാ പഹിയ. വെരി ഗുഡ്, വെരി ഗുഡ്. ടൂട്ടാപഹി എന്താണ്? ടൂട്ടാപഹി എന്താണ്? പൊട്ടിയ ചക്രം. വെരി ഗുഡ്. പൊട്ടിയ ചക്രം. ഐ മീൻ ഞാൻ ഉദ്ദേശിച്ചത് എന്ത് വിധയിലുള്ള ഒരു റൈറ്റിംഗ് ആണ് ടൂട്ടാപഹിയ? വിധ എന്ന് പറഞ്ഞാൽ ഏത് സ്ട്രീം ആണെന്ന് നമ്മൾ പറയില്ലേ? മാനവ് സഹാര. മാനവ് സഹാര ഞാൻ ഉദ്ദേശിച്ചത് കഥയാണോ കവിതയാണോ? അങ്ങനെ വിധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത്? കവിതയാണ് ടൂട്ടാപഹിയ. ആരാണ് റൈറ്റർ? ധർമ്മവീർ ഭാരതി. ഓക്കെ, അപ്പൊ നമ്മൾ കവിതകൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. ഓക്കെ, ഏതാണ് കവിത? ഓക്കെ, കവിതയുടെ കോണ്ടന്റ് എന്താണ്? അതുപോലെ തന്നെ കവിതയില് റൈറ്റർ ആരാണ്? ഓക്കെ, അപ്പം അങ്ങനെ പഠിക്കുന്ന സമയത്ത് നമുക്ക് എന്താണ്, ആ ഒരു കവിത കിട്ടുന്ന സമയത്ത് ആ കവിതയിൽ നിന്ന് എന്ത് ചോദ്യം ചോദിച്ചാലും നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം കവിത ടൂട്ടാപഹിയ എന്നുള്ള കവിതയിൽ എന്താ പറയുന്നത്? ഒരാള് ചക്രം രക്ഷിച്ചു. ഒരാള് ചക്രം അറിയില്ല. ടൂട്ടാപഹിയൻ എന്താ പറയുന്നതെന്നറിയാം? അഭിമന്യുവിനെ ഒരു പൊട്ടിയ ചക്രം യുദ്ധകാലത്ത് നിന്ന് രക്ഷിച്ചല്ലേ? അതെ, യുദ്ധകാലത്തുണ്ടായ ഒരു പൊട്ടിയ ചക്രം. ഓക്കെ, അപ്പം അങ്ങനെ ഒരു കവിതയാണ് ടൂട്ടാപഹിയ. ടൂട്ടാപഹിയയുടെ സാരാംശം നമ്മളോട് ചോദിക്കുകയാണെന്ന് വിചാരിച്ചോ. ഓക്കെ, സാരാംശം എന്ന് പറഞ്ഞത് ആശയം എഴുതുക എന്നുള്ള രീതിയിൽ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും ആദ്യത്തെ? നിറയുദ്ധമായ ഒരാൾക്ക് ചക്രം സഹായിക്കും. എങ്ങനെയാണ് നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്യുക? ഒറ്റ വരി പറഞ്ഞാൽ മതി. ഒറ്റ വരി ഒന്ന് പറയാം. ഇത് ഹിന്ദിയാണോ ഇംഗ്ലീഷാണോ? നമ്മ ഒന്നും എഴുതിപ്പിച്ചിട്ടില്ല, പറഞ്ഞോണ്ടിരിക്കുക. ഓക്കെ, സംസാരിക്കുമ്പോ മ്യൂട്ട് ആക്കണ്ട. സംസാരിച്ച് കഴിയുമ്പോ അതൊന്ന് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ, പറഞ്ഞോ. टूटापहिया नामक कविता हिंदी के പ്രസിദ്ധ കവിത ഹേ. നോക്കി വായിക്കണ്ട, ജസ്റ്റ് ഇങ്ങനെ
ഹിന്ദിക്ക് പ്രസിദ്ധ യെസ് അവിടെയാണ് അല്ലെ, ധർമ്മവീർ ഭാരതിയുടെ പ്രസിദ്ധമായ കവിത. സോ എന്ത് ചെയ്യണം, നമ്മൾ ലേഖക്കിനെ പഠിച്ചു വെക്കണം. ഇമ്പോർട്ടന്റ് ആണ് ലേഖക് നോക്കുക എന്നുള്ളത്. ആൻഡ് നമ്മൾ അടുത്തൊരു യൂണിറ്റിലേക്ക് പോവാണെങ്കിൽ, സെക്കൻഡ് യൂണിറ്റിൽ നമ്മൾ എന്തായിരുന്നു, കുറെ ചാപ്റ്റേഴ്സ് ഉണ്ട് അല്ലെ. സെക്കൻഡ് യൂണിറ്റിലും ഇതുപോലെ ഐ എം കലം, കെ ബഹാനെ എന്ന് പറയുന്നൊരു ഇതുണ്ട്, ചാപ്റ്റേഴ്സ് ഉണ്ട്. യൂണിറ്റ് 2 അല്ലെ. യൂണിറ്റ് 2 കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്. ഏതൊക്കെയാന്ന് പറയാമോ ആരെങ്കിലും? അയാം കലാം കെ ബഹാനെ ഓക്കെ. ശരിയാണ്. ഓപ്പൺ ക്യൂ ഓക്കെ. അപ്പം ഹാൻഡ് റൈസ് ചെയ്യുന്നവരൊക്കെ കറക്റ്റ് ആണ് അല്ലെ. ചാപ്റ്റേഴ്സിനെ പറ്റിയൊക്കെ നമുക്ക് നല്ല ഐഡിയ ഉണ്ട്. ഇനി നമ്മൾ നേരെ ഒരു എക്സാം എന്താണ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ല. ശബ്ദം ക്ലിയർ ആവുന്നില്ല. ക്ലിയർ ആവുന്നില്ലേ? ഇപ്പോഴോ ഓക്കെ ആയോ? ഓക്കെ. ചെറിയ നെറ്റ്വർക്ക് ഇഷ്യൂ ആണ്. അപ്പം കേൾക്കുന്നില്ലെങ്കിൽ പറയണേ. ഓക്കെ. അപ്പോ ഞാൻ ചോദിച്ചത്, നിങ്ങൾക്ക് എക്സാമിന് ഏറ്റവും ഈസി ആയിട്ട് തോന്നുന്ന ക്വസ്റ്റ്യൻ ഏതാണ്? പാരഗ്രാഫ് എന്നിട്ട് ക്വസ്റ്റ്യൻ ഇടുന്നേ. ഓക്കെ. സി അജിനാസ് എന്നാണ് പേരും തോന്നുന്നു. അജിനാസ് പറഞ്ഞത് പാരഗ്രാഫ് തന്നിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാണ്. ആക്ച്വലി പറയാൻ അത് ചെയ്യാൻ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ ആ ആൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഫുൾ സോൾവ് ചെയ്യാൻ പറ്റും. കാരണം ആ ഒരു പാരഗ്രാഫ് വെച്ചിട്ട് അതിന് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചിലപ്പോൾ ആ വേർഡ് കാണുന്നവർക്കായിരിക്കും എഴുതി വെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും അല്ലെ, നമുക്ക് എന്താണ് അതിന്റെ ഒരു മീനിങ് മനസ്സിലാക്കാണല്ലോ പിരമിഡ് ആണ്. അപ്പം അജിനാസ് പറഞ്ഞ സ്ഥിതിക്ക് നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ എന്താ ഈ പറഞ്ഞ പോലെ അല്ലെ, ഒരു പാരഗ്രാഫ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമുക്ക് എന്താ ബാക്കിയെല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്. അപ്പൊ അങ്ങനെ പിന്നെ വേർഡ് പിരമിഡ് പറഞ്ഞ ആൾക്കാർ അല്ലെ, വേർഡ് പിരമിഡ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇങ്ങനെ വേർഡ് പിരമിഡ് ക്രിയേറ്റ് ചെയ്യാൻ. എന്താ പിരമിഡ് എന്ന് പറഞ്ഞാൽ? പിരമിഡ് കണ്ടിട്ടുണ്ടോ എല്ലാരും? ഹൗസ് ദ ഷേപ്പ് ഓഫ് പിരമിഡ്? എങ്ങനെയാ ഒരു പിരമിഡ് ഉണ്ടാവുക? മുകൾ ഭാഗം കൂർത്തിട്ടുള്ള. മുകൾ ഭാഗം കൂർത്തിട്ട് ഇങ്ങനെയാണോ? ഇങ്ങനെ. അത് നമ്മുടെ ഒരു മാത്സിലെ ഒരു ട്രയാങ്കിൾ. വെരി ഗുഡ്. ട്രയാങ്കിൾ ത്രികോണത്തിൽ. ശരിയാണ് ഐഷ. റുഷാദ, ഫാത്തിമ എല്ലാരും പറഞ്ഞ ട്രയാങ്കിൾ ഷേപ്പിലാണ് പിരമിഡ് ഉണ്ടാവുക ഇങ്ങനെ. അപ്പൊ നമുക്ക് പിരമിഡ് ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴത്തെ ഒരു വേർഡ് ഉണ്ടാവും അല്ലെ. ആ വേർഡിനെ നമ്മൾ ഇങ്ങനെ എൻലാർജ് ചെയ്ത് കൊണ്ടുപോകാൻ മതി. എത്ര മാർക്കിനാണ് പിരമിഡ് വരാറ്? 2 മാർക്ക്. പിരമിഡ് 2 മാർക്ക്. 2 ആണോ? ഓക്കെ. ഈസി ആയിട്ട് നമുക്ക് 2 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ലേ? 2, 3 2 മാർക്കിനാ വരാം, 3 അല്ല 2 മാർക്കിനാ കേട്ടോ വരാം. അപ്പൊ 2 മാർക്ക് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റില്ലേ? പറ്റും. എന്ത് മാത്രം ചെയ്താൽ മതി? നമുക്ക് ആ വേർഡ്സിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടാവും. ഈ മോസ്റ്റ്ലി നിങ്ങൾക്ക് ഈ വരുന്ന വാക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള വാക്കുകൾ തന്നെയായിരിക്കും. അപ്പൊ ടെക്സ്റ്റ് ബുക്ക് ഒരു 10 പ്രാവശ്യം വായിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ആ വാക്കുകളൊക്കെ അവർക്ക് ബൈഹാർട്ട് ആയിരിക്കും അല്ലെ. റാൻഡം ആയിട്ട് വായിച്ചു പോയാൽ മതി. നമ്മൾ ഒന്നും കാണാതെ പഠിക്കാൻ ഒന്നും പറയുന്നില്ല, ചുമ്മാ വായിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് സുഖമായി കിട്ടും. ആൻഡ് അതുപോലെ നിങ്ങൾക്ക് വേറെ ചോദ്യം പറയുന്നത് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് വരുന്നതും സെയിം ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ പാരഗ്രാഫാണ്. നമുക്ക് പുറത്തൊന്നും എവിടെയും പോയി പഠിക്കേണ്ട കാര്യമില്ല അല്ലെ. ചില മോസ്റ്റ്ലി വരാ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള ആ ഒരു സാധനം തന്നെയാണ്. അപ്പൊ ടെക്സ്റ്റ് ബുക്ക് കുറേ പ്രാവശ്യം വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതും സുഖമായിട്ട് കിട്ടാനായിട്ട് പറ്റും. ആൻഡ് വേർഡ് പിരമിഡിനെ പറ്റി നമ്മൾ പറഞ്ഞത് അങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു വേർഡ് പിരമിഡ് ഒന്ന് ചെയ്തു നോക്കിയാലോ? എന്ത് പറയുന്നു? റെഡിയാണ്? റെഡിയാണ്. വെരി ഗുഡ്. അപ്പം
ഏറ്റവും ടോപ്പില്, പിരമിഡിന്റെ ഏറ്റവും ടോപ്പിൽ വരുന്ന വാക്ക് എന്ന് പറയുന്നത് ബച്ചേ ആത്തേഹെ. എഴുതി കാണിക്കണോ ആർക്കെങ്കിലും? ബച്ചേ ആത്തേഹെ എന്നാണ്. എഴുതി കാണിക്കണോ ആർക്കെങ്കിലും? റിയാൻ മുഹമ്മദ്, ഓക്കെ. ഹാൻഡ് റൈസ് ചെയ്തവരൊക്കെ വേണ്ട അല്ലെ? എന്താ പറഞ്ഞ? ബച്ചേ ആത്തേഹി. അതാണ് നമ്മുടെ വേർഡ് പിരമിഡിന്റെ ആദ്യത്തെ വാക്ക്. ഒന്ന് വേഗം ഒന്ന് ക്യുക്കായിട്ട് ചെയ്തേ. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യും. ചെയ്ത് കഴിഞ്ഞാൽ പറയാം കേട്ടോ. ചെയ്ത് കഴിഞ്ഞവർക്ക് ഹാൻഡ് റൈസ് ചെയ്യാം, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. പുതിയതായിട്ട് ജോയിൻ ചെയ്തവര് നമ്മളൊരു വർക്ക് ചെയ്യായിരുന്നു. വേർഡ് പിരമിഡ് ആണ്. ബച്ചേ ആത്തേ ഹേ എന്നുള്ളതാണ് ഏറ്റവും ടോപ്പിലെ പിരമിഡിൽ വരുന്നത്. നമ്മൾ ബാക്കി 3 ഫില്ല് ചെയ്യാം. ഓപ്ഷൻസ് ഇല്ല. വേർഡ് പിരമിഡിന് ഓപ്ഷൻസ് ഉണ്ടാവില്ല. ഒറ്റ ഒരു ഇത് മാത്രമേ തരുള്ളൂ. സോ ലൈക്ക് അതിന്റെ താഴത്തേക്ക് നമ്മൾ ഫില്ല് ചെയ്യാം. മാം പറയുന്നത് ക്ലിയർ അല്ല. ക്ലിയർ അല്ലേ? ചെയ്ത് കഴിഞ്ഞവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്. താഹിർ, മുജീബ്, താഹിറ ചെയ്ത് കഴിഞ്ഞിട്ടാണോ ഹാൻഡ് റൈസ് ചെയ്തത്? ഹാൻഡ് റൈസ് ചെയ്തത് പറഞ്ഞോ. ആരെങ്കിലും ഫിനിഷ് ചെയ്തോ? 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അല്ലേ, വളരെ ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യണം കേട്ടോ. എനിവൺ ഫിനിഷ്ഡ്? ആരെങ്കിലും? മുഹമ്മദ് സിനാൻ റൈസ് ചെയ്തിട്ടുണ്ട് ഹാൻഡ്. മുഹമ്മദ് സിനാൻ കഴിഞ്ഞിട്ടാണോ പറയണേ? കഴിഞ്ഞതാണോ? യാ, ഒന്ന് മുഹമ്മദ് സിനാൻ ക്യാമറ ഓൺ ആക്കാൻ പറ്റുമോ? ബോർഡ് കാണുന്നില്ല. ബോർഡില്ല അറിയാൻ. ഞാൻ ബോർഡ് യൂസ് ചെയ്തിട്ടില്ല. നോട്ട് യൂസിങ് ബോർഡ്. ബോർഡ് ഞാൻ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. സിനാൻ ക്യാമറ ഓൺ ആക്കണ്ട, കുഴപ്പമില്ല. സിനാന്റെ ബ്യൂട്ടിഫുൾ ഫേസ് ഒന്ന് കാണാന്ന് വിചാരിച്ചു. ഇല്ല അല്ലെ? ഓക്കെ. ക്യാമറ ചാർജ് 3% 3% വരെ കുത്തി വെക്കാതിരുന്നോ സിനാൻ? അതെ, ഇപ്പൊ എടുത്തൊക്കെ നോർമൽ. ഓക്കെ, ഫൈൻ. ശരി, എന്നാ ചെയ്ത ആൻസർ ഒന്ന് പറയൂ നോക്കട്ടെ. ബച്ചേ ആത്തേ ഹേ കഴിഞ്ഞിട്ട് എന്താ എഴുതിയേ? ക്യാമറ ഓൺ ആക്കണ്ട, ആൻസർ പറഞ്ഞു. ചിന്ന ക്യാമറ ഓൺ ആക്കാൻ പറഞ്ഞു പോയതാണോ? ഫൈൻ. താഹിറ റൈസ് ചെയ്തത് കഴിഞ്ഞിട്ടാണോ? താഹിറ, മുജീബ് ഇല്ല, കംപ്ലീറ്റ് ആക്കിയില്ല ആരും. നിങ്ങൾ എന്ത് ചെയ്താലും, എനിക്ക് തെറ്റിയാലൊന്നും നിങ്ങൾ പേടിക്കുകയേ വേണ്ട. നിങ്ങൾ എന്ത് എഴുതിയാലും അത് പറയാം. നമ്മൾ ചെയ്തത് എന്താന്നേ ചോദിക്കുന്നുള്ളൂ. വാട്ട് എവർ യു റൈറ്റ്, കുഴപ്പമില്ല. എന്ത് തെറ്റ് പറ്റിയാലും ആരും ഒന്നും പറയില്ല. മറ്റൊരാൾ കളിയാക്കുന്ന ഒന്നും വിചാരിക്കണ്ട. ആരാണ് ആദ്യമായിട്ട് ഇവിടെ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് നോക്കട്ടെ. ആരുമില്ല.
ആരുമില്ല? ആരും ചെയ്യാനില്ല അല്ലേ? വേർഡ് പിരമിഡ് ബച്ചെ ആത്തെ ഹേയുടെ താഴ്ത്തുനിന്ന് എഴുതാനില്ലേ ആർക്കും? ഐഷ, ഐഷ, ഹലോ, യെസ് മാം. ഐഷ പറയൂ, ചെയ്തോ? ഞാൻ പറഞ്ഞില്ലേ നമ്മളിവിടെ അറിയില്ല, റയാൻ അറിയില്ല. ഓക്കെ, റയാന ബച്ചാത്തേഹി കഴിഞ്ഞ് എഴുതാൻ അറിയില്ല. ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. താഹിറ ലെഫ്റ്റ് ദ മീറ്റിംഗ് ചോദിക്കുന്നോണ്ടാണോ ലെഫ്റ്റ് ആവണേ? നിങ്ങൾ എഴുതിയ ആൻസർ ഇല്ല, ചെയ്തിട്ടില്ല. ഐഷ ചെയ്തിട്ടില്ല. നിങ്ങൾ ചെയ്ത ആൻസർ തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും ആരും ഇവിടെ ചീത്ത പറയാൻ പോണില്ല. നിങ്ങൾ ആരും എന്താ ചെയ്യാൻ പോണില്ല, കറക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾ തെറ്റിന്നൊന്നും ചെയ്യാൻ അറിയില്ല. ഓക്കെ, നസീർ മഥാനിക്ക് അറിയില്ല. ഇറ്റ്സ് ഓക്കെ, അറിയാനില്ലെങ്കിൽ അറിയില്ല. റിച്ച്വിക എന്നാണോ ഇപ്പൊ ഹാൻഡ് റൈസ് ചെയ്ത ആളുടെ പേര്? റിച്ച്വിക, പ്രൊനൗൺസിയേഷൻ അറിയുന്നില്ല. അപ്പം ആള് ചെയ്തതാണോ? ഋത്വിക്ഷ. മൂന്നാമത്തെ വരി ഋത്വിക്ഷ ചെയ്തത്. बच्चे स्कूल में आते हैं, बच्चे गांव के स्कूल में आते हैं. बच्चे स्कूल में आते हैं. പിന്നെന്താ പറഞ്ഞേ? ബच्चे गांव में स्कूल में आते हैं. गांव में स्कूल में आते हैं. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ചെയ്തോ ശരിയാണോ തെറ്റാണോ എന്നൊന്നും നമ്മൾ വിലയിരുത്തുന്നില്ല. വോട്ടെവർ എന്ത് എഴുതിയാലും പറഞ്ഞതിന് വളരെയധികം കൺഗ്രാറ്റ്സ് ട്ടോ. എല്ലാവരും എന്താണ് എത്രയും പേരുണ്ടായിട്ടും ഋത്വിക എന്ത് ചെയ്തു? അത് പ്രസന്റ് ആൻസർ കാണിച്ചല്ലോ. വെരി ഗുഡ്. കറക്ഷൻസ് നമുക്ക് പിന്നെ ചെയ്യാം. ഓക്കെ, ചെറിയ തെറ്റുകളുണ്ട്. വോട്ടെവർ എന്തായാലും അത് പറഞ്ഞല്ലോ. കൺഗ്രാറ്റ്സ് ട്ടോ. പിന്നെ ആരെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. സോ ഇതാണ് നമ്മുടെ ആക്ച്വലി പറയുകയാണെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതും അതുപോലെ വളരെ ഈസി ആയിട്ട് അല്ലെ ചെയ്യാനും പറ്റുന്നത്. കുറെ പേർക്ക് അറിയില്ല എന്ന് പറഞ്ഞു, കുഴപ്പമില്ല, നമുക്ക് പഠിക്കാമല്ലോ അല്ലെ. നമുക്ക് പഠിക്കാനാണല്ലോ, നമുക്ക് ഇനിയും ടൈം ഉണ്ട്, ഇഷ്ടം പോലെ ടൈം ഉണ്ട്. ഈസി ആയിട്ട് പഠിക്കാനായിട്ട് പറ്റും. നമ്മൾ ട്രിക്കുകളൊക്കെ പറഞ്ഞുതരാം എങ്ങനെയാ ചെയ്യാൻ. ഓക്കെ, എന്തായാലും വേർഡ് പിരമിഡ് അവിടെ നിൽക്കട്ടെ. വേർഡ് പിരമിഡ് എന്ന് പറയുന്ന സാധനം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയുന്നുണ്ട് അല്ലെ. ചെയ്യാൻ കുറെ പേർക്ക് അറിയുന്നില്ലെങ്കിലും കുഴപ്പമില്ല. ആൻഡ് പിന്നെ ഒരു ക്വസ്റ്റ്യൻ പരീക്ഷിക്കാം. നമുക്ക് അതിനെക്കാട്ടി ഈസിക്ക് നമുക്ക് മാർക്ക് കിട്ടുന്ന ഒരു സാധനമാണ് പോസ്റ്റർ മേക്കിംഗ് അല്ലെ. ഇവിടെ എത്ര പേര് വരയ്ക്കും, അല്ലെങ്കിൽ ആർക്കൊക്കെ വരയ്ക്കാൻ ഇഷ്ടമാണ്? ചിത്രം വരയ്ക്കുന്ന ആരെങ്കിലും ഉണ്ടോ? റയാൻ വരയ്ക്കും, നാജിയ വരയ്ക്കും. നാജിക്ക് വളരെ ഇഷ്ടമാണ് വരയ്ക്കാൻ. റൈസ് ചെയ്തു ഹാൻഡ്. ആൻഡ് റയാൻ വരയ്ക്കും. വെരി ഗുഡ്. സോ നിങ്ങൾ ഇങ്ങനെ ഇമാജിൻ ചെയ്യാം. ഓക്കെ, കുറെ പേരുണ്ട്. ഐഷ, നാജിയ, അജിനാൻ, ജിനാസ്. ഓക്കെ, ആയിക്കോട്ടെ, കുറെ പേര്. വെരി ഗുഡ്. എല്ലാവരും വരയ്ക്കുന്നവരൊക്കെ സൂപ്പർ. അപ്പൊ എന്താണ്, നമ്മളിപ്പോ ഇങ്ങനെ വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചുമ്മാ ഒരു റോഡിൽ കൂടെ നടന്നു പോവാണ്. അപ്പൊ നമ്മളൊരു പോസ്റ്റർ കണ്ടു, അല്ലെങ്കിൽ നമ്മുടെ ഫേവറേറ്റ് ഫിലിം. നിങ്ങളുടെ ഫേവറേറ്റ് ഫിലിം ഏതാ? ഫിലിം ആക്ടേഴ്സ് ആരുടെയെങ്കിലും ഒരു ഫിലിം ആക്ടറിന്റെ പേര് പറഞ്ഞേ. ജിജിന ഒന്ന് പറഞ്ഞേ. ജിജിനയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആക്ട്രസ് അല്ലെങ്കിൽ ആക്ടർ ആരാണ്? ജിജീന അല്ലെ? ജിജീന. വെരി ഗുഡ്. മോഹൻലാൽ. അപ്പൊ മോഹൻലാലിന്റെ ഓക്കെ, മോഹൻലാൽ. വെരി ഗുഡ്. മോഹൻലാൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ആക്ടർ. അപ്പൊ മോഹൻലാലിന്റെ ഒരു അടിപൊളി ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പോസ്റ്റർ, ഒരു ഫ്ലെക്സിൽ കുറെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കാം. അപ്പൊ നാച്ചുറൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അങ്ങോട്ട് നോക്കൂ അല്ലെ. കൊള്ളാലോ, രസമുണ്ടല്ലോ, എന്താ സംഭവം, മോഹൻലാൽ വരികയെന്നൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തായാലും നോക്കും അല്ലെ. സോ നമ്മള് മറ്റൊരാളെ നമുക്ക് കാണാം. ഇപ്പൊ ഒരു പൊട്ട പടം, ഒരു പൊട്ട രസമില്ലാത്ത ഒരു അല്ലെ, ഭംഗിയൊന്നുമില്ല, കളറൊന്നുമില്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല? നമ്മൾ നോക്കില്ല അല്ലെ. എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ നമുക്ക് തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പോസ്റ്റർ കണ്ടാൽ നമ്മൾ എന്തായാലും നോക്കും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ടീച്ചേഴ്സിനെ കയ്യിലെടുക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? നമ്മുടെ പേപ്പറാണ് ഇത് കൊള്ളാലോ അല്ലെ എന്ന് തോന്നിക്കുന്ന രീതിയിൽ ഒരു പോസ്റ്റർ
ഈ പോസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിച്ചു വാരി എഴുതേണ്ട കാര്യമില്ല. ഇപ്പൊ നമ്മളെ പോലെ തന്നെ എല്ലാവർക്കും എന്താണ്, നമ്മൾ ഭയങ്കര റണ്ണിങ് ബിസി ലൈഫിൽ ഓടുന്നവരാ അല്ലെ. അപ്പൊ ആ സമയത്ത് നമുക്ക് ഇത് ഫുള്ള് ഇരുന്ന് എസ്സേ വായിക്കേണ്ട സമയമൊന്നും ഇല്ല. ജസ്റ്റ് അതിന്റെ ഒരു അട്രാക്ടിവിറ്റിയും അല്ലെങ്കിൽ അതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ഒരു പോസ്റ്റർ മേക്കിംഗ് ചെയ്യേണ്ടുള്ളൂ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല നീറ്റായിട്ടും ഹാൻഡ് റൈറ്റിംഗ് പറ്റുന്ന രീതിയിൽ ബ്യൂട്ടിഫുൾ ആക്കി നല്ല വലിയ അക്ഷരങ്ങളിൽ അല്ലെ കണ്ടന്റ് എന്താന്ന് കൃത്യമായിട്ട് എഴുതി വെച്ചാൽ നമുക്ക് ഫുൾ മാർക്ക് പോസ്റ്ററിന് കിട്ടും. ഒരു രീതിയിൽ നമ്മുടെ ഇത് മാർക്ക് കുറയ്ക്കാൻ പറ്റില്ല പോസ്റ്ററിലൊന്നും. അപ്പൊ എങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഈ പറഞ്ഞ പോലെ നമുക്ക് സിനിമയുടെയോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല വരിക, ചുമ്മാ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് നമുക്ക് ജാതി വ്യവസ്ഥയെ നമുക്കറിയാം, നമ്മുടെ നാട്ടിലും അല്ലെ ഉള്ള പണ്ട് കാലത്തുണ്ടായിരുന്ന ജാതി വ്യവസ്ഥയെ പറ്റി നമുക്ക് ഒരു ചാപ്റ്റേഴ്സ് പഠിക്കാൻ. അതുപോലെ സ്ത്രീ ശോഷൺ അല്ലെ, സ്ത്രീകളെ അടിച്ചമർത്തുന്നതുമായി ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാം. ബാലക്ഷോഷൻ അല്ലെ, കുട്ടികളെ ആപ്കാവണ്ടിയൊക്കെ നമുക്ക് പഠിക്കാൻ. സോ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പരിപാടി നടക്കുന്നു, ഓക്കെ, നിങ്ങൾക്ക് ഫുൾ ഡേ എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ പഠിക്കാനില്ലേ, ഫുൾ ഡേയുടെ കോണ്ടന്റ് ഉള്ള ഒരു ചാപ്റ്റർ. അപ്പം എന്തെങ്കിലും ഒരു സൂചന, ഒരു ഇൻഫോർമേഷൻ നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കണമെങ്കിൽ അല്ലെ, ഇപ്പൊ ഒരു പുതിയ സിനിമ ഇറങ്ങി, ഇപ്പൊ പുതിയതായിട്ട് ഇറങ്ങിയ ഒരു സിനിമയുടെ പേര് പറയും, അല്ലെങ്കിൽ വേണ്ട പുതിയ സിനിമ വേണ്ട, ഒരു പഴയ സിനിമ. ഏതാ റയാനോ? ഏതാ? ആ ഏറം ഒക്കെ ഇറങ്ങിയിട്ട് കുറെ ആയില്ലേ. ഏറം കഴിഞ്ഞിട്ട് സിനിമ വന്നു, ലക്കി ഭാസ്കർ കഴിഞ്ഞിട്ട് പുതിയ സിനിമ വന്നില്ലേ. ശരി, അതൊക്കെ വേണ്ട, പുതിയ സിനിമകൾ അവിടെ ഇരിക്കട്ടെ. ഇപ്പൊ നമ്മളൊരു പഴയ സിനിമ അല്ലെ, നമ്മള് വല്യേട്ടൻ സിനിമ കണ്ടിട്ടുണ്ടോ എല്ലാരും? കണ്ടിട്ടുണ്ട്. വല്യേട്ടൻ സിനിമ കണ്ടിട്ടുണ്ട്. കാണാത്തവർക്ക് പുതിയൊരു അവസരമുണ്ട്. വല്യേട്ടൻ സിനിമ വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്, സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്യാണ്. എങ്ങനെയാണ് നമ്മൾ ഇതൊക്കെ അറിഞ്ഞത്? ഞാനിപ്പോ പറഞ്ഞപ്പോ നിങ്ങൾ അറിഞ്ഞു. ബിഫോർ ദാറ്റ് ഞാൻ എങ്ങനെയാണ് ഇത് അറിഞ്ഞത്? പോസ്റ്റർ കണ്ടിട്ട് അല്ലെ, അതിനാണ് നമ്മൾ സൂചന എന്ന് പറയുന്നത്. പോസ്റ്റർ ആകും, ആ പോസ്റ്റർ ആണ്. ഇപ്പൊ സോഷ്യൽ മീഡിയാസ് ഉള്ളതുകൊണ്ട് സോഷ്യൽ മീഡിയാസിലൂടെ അറിഞ്ഞു, വാട്ടെവർ അതിന്റെ ഒരു പോസ്റ്റർ കണ്ടിട്ടാണ് അല്ലെ. അപ്പൊ ഓക്കെ പോസ്റ്റർ. അപ്പൊ പോസ്റ്റർ, സൂചനാത്മക് പോസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫോർമേഷൻ ഗിവിങ് അല്ലെ, നമുക്കൊരു സൂചന തരുന്ന അല്ലെങ്കിൽ ഒരു ഇൻഫോർമേഷൻ തരുന്ന രീതിയിലുള്ള പോസ്റ്റേഴ്സ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അപ്പൊ അത് കണ്ട് നമ്മൾ മനസ്സിലാക്കും. അപ്പൊ എന്താണ് നടക്കുന്നത്, എവിടെയാണ് നടക്കുന്നത്, എങ്ങനെയാണ് നടക്കുന്നത്, എന്താണ് നടക്കുന്നത്, അല്ലെങ്കിൽ ആ സമയം എന്താണ്, അങ്ങനെയുള്ള പോസ്റ്റേഴ്സ് നമുക്ക് മസ്റ്റ് ആയിട്ട് ചെയ്യണം. അപ്പം എക്സാംസിന് ഒരിക്കലും നമുക്ക് വീഡിയോസ് ഒന്നും കാണിക്കാൻ പറ്റാതെ നമ്മൾ എന്ത് ചെയ്യണം, എഴുതി തന്നെ ഉണ്ടാക്കണം. അപ്പൊ ഞാനൊരു പോസ്റ്റർ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആൻഡ് ഫുൾ ഡേ എന്ന് പറയുന്ന ഒരു ത്യോഹാറിനെ പറ്റി അല്ലെ മറ്റുള്ളവരിലേക്ക് അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പോസ്റ്റർ ചെയ്യാണ്. എന്താണ് ഫുൾ ഡേ എന്നുള്ള ത്യോഹാർ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ചാപ്റ്റർ എടുത്തതല്ലേ ഫുൾ ഡേയിൽ വരുന്ന? ഇല്ല, ഓക്കെ, അത് വിടാം. ഫുൾ ഡേനെ പറ്റി അറിയുന്നില്ലെങ്കിൽ നമ്മളത് വിടാം. നമുക്ക് അടുത്തൊരു പോസ്റ്ററിലേക്ക് പോവാം. ഓക്കെ, നിങ്ങളുടെ സ്കൂളിൽ ഒരു സെമിനാർ നടക്കുന്നു. പോവോ നിങ്ങളൊക്കെ സെമിനാർ അറ്റൻഡ് ചെയ്യാൻ? തീർച്ചയായിട്ടും ക്ലാസ് കട്ട് ചെയ്യാലോ. ഓക്കെ എല്ലാവരും പോവും. ക്ലാസ് കട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള എല്ലാവരും പോവും. നമുക്ക് എങ്ങനെയെങ്കിലും അല്ലെ പുതിയ ഇൻഫർമേഷൻസ് കിട്ടാൻ നമ്മൾ എന്തായാലും പോകും. അപ്പം ആ ഒരു സംഭവം നമ്മൾ ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് അല്ലെ പിയൂൺ അല്ലെങ്കിൽ ഹൂവർ അല്ലെ സ്കൂളിലെ ടീച്ചേഴ്സ് നമുക്ക് വന്നിട്ട് ഇങ്ങനെ നോട്ടീസ് തരുകയാണ് ചെയ്യുക. അപ്പൊ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, അത് കാണുന്നില്ല. അല്ലെങ്കിൽ ചില സമയത്ത് നിങ്ങളുടെ നോട്ടീസ് ബോർഡിലൊക്കെ ഇപ്പൊക്കെ പുതിയതായിട്ട് നോട്ടീസ് ബോർഡിലൊക്കെ ഇടുന്നുണ്ട് അല്ലെ. അപ്പൊ ആ രീതിയിലുള്ള ഒരു പോസ്റ്ററാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. സർക്കാരി ഹൈസ്കൂൾ കോഴിക്കോട് സംഗോഷ്ഠി സെമിനാർ ആണേ. വേണ്ട, വളരെ എത്ര വേർഡ്സ് ഉണ്ട്, എത്ര ലൈൻസ് ഉണ്ട്? ഒരു ഈ പറയുകയാണെങ്കിൽ 4 പോയിന്റ്സേ ഉള്ളൂ, 4-5 പോയിന്റ്സേ ഉള്ളൂ, ഹെഡിങ് ഉൾപ്പെടെ. ഹെഡിങ് എഴുതാൻ അല്ലെ, ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ അതേപോലെയുള്ള സാധനം നമ്മളെടുത്ത് അങ്ങോട്ട് എഴുതുന്നു. വിഷയം എഴുതുന്നു. ജാതിപ്രഥ ഏക് അഭിശാപ് ഹേ എന്ന് പറയും. ജാതിപ്രഥ അത് കാസ്റ്റിസം എന്ന് പറയുന്ന ഒരു ശാപാണെന്നുള്ള രീതിയിൽ.
അപ്പം ഡേറ്റ് വളരെ ബോൾഡായിട്ട് അല്ലെ, നമ്മൾക്ക് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ എന്താ നോക്കുക, ഡേറ്റും സമയവും. അത് വളരെ ബോൾഡായിട്ട് എഴുതിയിട്ടുണ്ട്. സമയം എഴുതിയിട്ടുണ്ട്. സവേരെ 10 ബജെ, 10 മണിക്ക് രാവിലെ സ്കൂൾ സഭാഗൃഹ 10 के छात्र को स्वागत कर. എല്ലാരെയും സ്വാഗതം ചെയ്യും അല്ലെ. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ, കഴിഞ്ഞു. എത്ര മാർക്കാ പോസ്റ്ററിന്? 3 മാർക്ക്. 4 മാർക്ക്. കിട്ടിയില്ലേ 4 മാർക്ക്? ഇത് കണ്ട ആരാണ്? കിട്ടിയില്ലേ 4 മാർക്ക്? ഇതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്തെങ്കിലും നമ്മൾ കാണാതെ പഠിക്കണ്ടോ? 4, 3 3, 4 ആണ്. ഓക്കെ, അപ്പം ഇതിലെന്തെങ്കിലും നമ്മൾ കാണാണ്ട് പഠിക്കേണ്ട കാര്യമുണ്ടോ? എനിത്തിങ്. ഇതെല്ലാം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. ഇതേ സാധനം നമ്മൾ അങ്ങോട്ട് എടുത്ത് എഴുതി വെച്ചാൽ മതി. ആ ഒരു ഫോർമാറ്റ് മാത്രം എഴുതിയാൽ മതി. സോ വി ഗെറ്റ് 4 മാർക്സ്. സിമ്പിൾ അല്ലേ? ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് മാത്സിലോ സോഷ്യലിലോ മാർക്ക് കിട്ടോ? ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. മാത്സിൽ ഇത്ര എഴുതി വെച്ചാൽ മാത്സിൽ കിട്ടും, പക്ഷെ എല്ലാ സ്റ്റെപ്സും കറക്റ്റ് ആയിട്ട് വരണം അല്ലേ? ഇല്ല, ഒരു സബ്ജക്ട്സിനും കിട്ടില്ല. ലാംഗ്വേജിന് മാത്രമേ കിട്ടുള്ളൂ. ലാംഗ്വേജിന്റെ ഒരു ബെനിഫിറ്റ് അതാണ്. വളരെ കുറച്ച് എഴുതിയാൽ മതി. ആൻഡ് ലാംഗ്വേജ് തന്നെ പറയുമ്പോൾ അതിൽ ഇംഗ്ലീഷിലും മലയാളത്തിനെക്കാട്ടിയും കുറച്ച് എഴുതിയാൽ മതി ഹിന്ദിക്ക്. എല്ലാവർക്കും ഫുൾ മാർക്ക് സുഖമായിട്ട് കിട്ടും. ഓക്കെ, സംഭവം എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത് എന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. കുറേ വാരി വലിച്ച് മൊത്തം ടെക്സ്റ്റ് ബുക്ക് കാണാതെ പഠിച്ച്, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് തന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ കാണാതെ പഠിച്ചിട്ട് നോ യൂസ്, ഒരു കാര്യമില്ല. കാരണം അത് ചിലപ്പോൾ വരണമെന്ന് പോലും ഇല്ല. നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ കണ്ടന്റ് എല്ലാം വായിച്ചിരിക്കണം, മസ്റ്റായിട്ട് വായിച്ചിരിക്കണം. 1, 2, 3, 5 പ്രാവശ്യം വായിച്ചാലും കുഴപ്പമില്ല. എല്ലാത്തിനെ പറ്റി നല്ല ഐഡിയ ഉണ്ടായിരിക്കണം. പിന്നെ ഓരോന്നിൻ്റെയും ഫോർമാറ്റ് പഠിച്ചു വെച്ചിരിക്കണം. സ്വന്തമായിട്ട് എഴുതി പഠിക്കണം. നമ്മൾ എന്ത് ചെയ്യും? ഏത് ക്വസ്റ്റ്യൻ കണ്ടാലും, ഏത് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാലും എന്ത് ചെയ്യാം? ജസ്റ്റ് എഴുതി നോക്കാം. തെറ്റിയാ പോട്ടെ, നമ്മൾ ആരും തല്ലാൻ വരുന്നില്ലല്ലോ, നമ്മൾ ആരും ചിത്ത പറയില്ല. എത്ര പ്രാവശ്യം എഴുതുന്നോ അത്രയും പ്രാവശ്യം എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യാം? ടീച്ചേഴ്സിൻ്റെ അടുത്ത് കൊടുക്കുക, കറക്റ്റ് ചെയ്യാം. എന്താ പഠിക്കണ്ടേ? മന്ത്സ്, വീക്ക് പഠിക്കണ്ടേന്നോ? വേണ്ട. അതിനും ഞാൻ ഒരു ഈസി പറഞ്ഞുതരാം. ഇപ്പം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇന്ന ദിവസം എന്ന് ചിലപ്പോൾ കാണും, വല്ലപ്പോഴും കണ്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് ഏറ്റവും ഈസി ഉള്ള ഒരു ഡേറ്റ് പഠിച്ചു വെച്ചാൽ പോരെ? എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇപ്പൊ പഠിക്കുന്നത് ഇപ്പൊ നമ്മുടെ പരീക്ഷ ഇപ്പൊ നിങ്ങൾക്ക് 2025 എക്സാം വരും. എക്സാം വരുന്ന സമയത്ത് ആ ഡേറ്റ് ഇടാതെ നമുക്ക് ഏത് ഡേറ്റ് വേണമെങ്കിലും ഇടാം. ഇപ്പം ജനുവരി എന്നുള്ള ഒരു മാസം പഠിച്ചു വെച്ചാൽ മതി. ഏത് എക്സാമിന് നിങ്ങൾക്ക് ജനുവരി എന്ന് പഠിക്കാമല്ലോ, എഴുതാലോ. അല്ലെങ്കിൽ ജൂൺ എന്നൊക്കെ എഴുതാൻ എളുപ്പമല്ലേ? എഴുതാ, ജൂൺ. അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള മാർച്ച്. എല്ലാ മാസങ്ങളും ഈസിയാണ് പഠിക്കാൻ. പക്ഷെ നിങ്ങൾക്ക് ടഫ് എന്ന് തോന്നുകയാണെങ്കിൽ ഏറ്റവും ഈസി ഉള്ള മിസ് കുറച്ച് സ്പീഡിൽ എടുക്കണോ? ഈ സ്പീഡിൽ എടുക്കണോ? എല്ലാവർക്കും ഒരേ ഇതിൽ കിട്ടണ്ടേ? സ്പീഡിൽ പറയണോ? ഞാൻ കുറച്ചും കൂടെ, ഞാൻ ഭയങ്കര സ്ലോ ആണോ? ആക്ച്വലി നമ്മൾ ക്ലാസ് എടുക്കല്ലോ, നമ്മൾ സംസാരിക്കല്ലേ. ഐ എം നോട്ട് ടേക്കിംഗ് ക്ലാസ്. ഞാൻ ക്ലാസ് എടുക്കുന്നത് നിങ്ങളോട് സംസാരിക്കുകയാണ്. അതുകൊണ്ടാണ് എല്ലാവർക്കും ഒരേ സ്പീഡിൽ പോകണം പറ്റുന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ വളരെ മെല്ലെ സംസാരിക്കുന്നത് കേട്ടോ. സ്പീഡിൽ പറയണോ? എല്ലാവർക്കും അങ്ങനെ തോന്നുന്നുണ്ടോ? ഇങ്ങനെ മതി. നമ്മൾ ക്ലാസ് എടുക്കുകയല്ലോ, നമ്മൾ സംസാരിക്കുകയല്ലേ, നമ്മൾ ഇന്ററാക്ട് ചെയ്യല്ലേ. നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് എനിക്കറിയണം, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അറിയണം. എനിക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തരാം, എത്ര സ്പീഡിലും എത്ര സ്ലോയിലും പറഞ്ഞുതരാം. ശരി, അപ്പൊ നമ്മൾ നിൽക്കട്ടെ. ഇനി നമുക്ക് ഈസി ആയിട്ട് മാർക്ക് കിട്ടുന്ന വേറെ സാധനമുണ്ട്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ സാധനം കണ്ടിട്ടുണ്ടോ? നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക, അല്ലെങ്കിൽ കൂട്ടിച്ചേർത്ത് എഴുതുക, കറക്റ്റ് ആൻസർ കണ്ടുപിടിക്കുക, അങ്ങനെയൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻ വരാറുണ്ട്. കണ്ടിട്ടുണ്ട് അല്ലേ? ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന വേറൊരു സാധനമാണ്. ഒരു മാർക്ക് 2 മാർക്ക്, യെസ് കണ്ടിട്ടുണ്ട്. റുഷാദ, ഫാത്തിമ എല്ലാവരും കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ആക്ച്വലി ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും ഇതിന് മാർക്ക് പോണത്. ഇപ്പം ഞാൻ മലയാളം പറയാം, ഹിന്ദി അവിടെ നിൽക്കട്ടെ. എൻ്റെ പേര് മാളവിക. ഓക്കെ, മാളവിക എന്നാണ് എൻ്റെ പേര്. പോലെ ഇഷ്ടം പോലെ ആൾക്കാർ ജിജിന, ചിത്ര, ഐഷ. ഞാനിവിടെ ഫസ്റ്റ് കാണുന്നവരെ ഇങ്ങനെ പറയുന്നു എന്നേ ഉള്ളേ, ഒന്നും വിചാരിക്കേണ്ട, ആരെയും അറിയില്ല നിങ്ങൾ. ഐ എന്ന് പറയും, മലയാളത്തിൽ നമ്മൾ ഞാൻ. ഓക്കെ, ഞാൻ. ഹിന്ദിയിലാണെങ്കിൽ നമ്മൾ മേം എന്ന് പറയും.
ഐ എന്നാണ് പറയുന്നത് അല്ലെ, മലയാളത്തിന് എടുക്കാം ഞാൻ. അപ്പം ഈ ബുക്ക് എൻ്റെ ആണ്, ഞാനാണെന്നല്ല ഞാൻ പറഞ്ഞത്, ഇത് എൻ്റെ ബുക്കാണെന്നാണ് പറഞ്ഞത് അല്ലെ. ഹിന്ദിയിലാണ്, ഇംഗ്ലീഷിലാണെങ്കിൽ ദിസ് ഇസ് മൈൻ, മൈൻ എന്നാണ് പറയുക. മലയാളത്തിൽ തന്നെ അവൻ, അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്, അവൻ, ഇത് അവന്റെ ബുക്കാണെന്നാണ് നമ്മൾ പറയാം അല്ലെ. അവൻ ബുക്കാണെന്നല്ലല്ലോ പറയാ, അവന്റെ ബുക്കാണെന്നാണ് പറയാ. സംശയമുണ്ടോ ആർക്കെങ്കിലും? ഇല്ല. അവന്റെ, അവളുടെ, എന്റെ, ഞങ്ങളുടെ, എന്താ പറയാ, ഞങ്ങളുടെ ബുക്ക്, എന്റെ, നിന്റെ, അച്ഛന്റെ, അമ്മയുടെ അല്ലെ, അനിയന്റെ, ഫ്രണ്ടിന്റെ, ചിത്രയുടെ, നിസാനയുടെ, ഐഷയുടെ, ആരുടെ ആണെങ്കിലും അല്ലെ, അങ്ങനെ നമ്മൾ എന്റെ, അവന്റെ എന്നുള്ള രീതിയിലാണ് പറയാം. സോ ഹിന്ദിയിലും അത്രയേ ഉള്ളൂ. മേം എന്ന് പറഞ്ഞാൽ ഞാൻ, ഐ. എന്റെ എന്ന് പറയുമ്പോൾ മേ പ്ലസ് ക, മേര. നമ്മളോട് എക്സാമിന് ചോദിക്കുക മേരാനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് തരുമെന്ന് ചോദിക്കുക. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും മേര? മേ പ്ലസ് ക, ഒരു മാർക്ക് കിട്ടി. അങ്ങനെ ഇപ്പൊ മേം എന്ന് പറഞ്ഞാൽ ഞാൻ, ഞങ്ങൾ എന്നുള്ളതിന് എന്താ പറയാ? വി. ഇംഗ്ലീഷിൽ വി എന്ന് പറയും, മലയാളത്തിൽ ഞങ്ങൾ. ഹിന്ദിയിൽ എന്താ പറയാ? എന്തോ? ഉബൈസ് എന്ന് പറഞ്ഞേ, ഞങ്ങൾ എന്നുള്ളതിന് എന്താ പറയാ ഉബൈസ്? ഹം. ഹം, വെരി ഗുഡ്. പേര് വിളിക്കട്ടെ എന്നുണ്ട്, കാത്തിരിക്കായിരുന്നോ? ഹം. ഓക്കെ. യു എന്നുള്ളതിന് എന്താ പറയാ? നീ, യു. റയാൻ? തും, തൂ പറയാം, തും പറയാം അല്ലെ, ആപ്പ് എന്നൊക്കെ പറയാം. സോ ആക്ച്വലി ഹിന്ദിയിൽ നമ്മൾ മലയാളത്തിന്റെ അത്രയും വാക്കുകളില്ല, വളരെ കുറച്ച് വാക്കുകളുള്ളൂ. അതിനെ ഇപ്പൊ നമ്മള് എന്റെ, നിന്റെ, അങ്ങനെ ഇന്റെ, ഉടെ, അവളുടെ, അങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്യുന്നതാണ് നമ്മുടെ ഈ സർവനാം. അത് സർവനാമിന്റെ കാരകം. അപ്പൊ സർവനാം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സംഖ്യ, നമ്മുടെ നൗൺ, അതായത് നമ്മുടെ പേര്, മറ്റുള്ളവരുടെ പേര്, അതിനൊക്കെ പറയാം. ഇപ്പൊ ഞാൻ എന്നെ പറ്റി ഒരു 5 വാക്ക് പറയാൻ പറയുകയാണെങ്കിൽ ഇപ്പം എന്റെ കയ്യിലിരിക്കുന്ന ബുക്കിനെ പറ്റി ഞാൻ 5 വാക്ക് പറയാം. എന്റെ പേര് മാളവിക. മാളവിക ഹിന്ദി പഠിപ്പിക്കുന്നു. അങ്ങനെ മാളവിക സെന്റൻസ് നമ്മൾ പറയും. പശുവിനെ പറ്റി പറയണം. പശു കറക്കാണ്, പശു പാല് തരുന്നു, പശു ക്ലിയർ ആകുന്നില്ല അല്ലെ, ഇടയ്ക്ക് ക്ലിയർ ആകുന്നില്ല. നെറ്റ്വർക്ക് ഡൗൺ ആവുന്നതാണ്. സോ അപ്പം ഞാൻ പറഞ്ഞു വന്നത് സർവനാമിനെ പറ്റിയാണ് അല്ലെ. സർവനാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നൗണിന് പകരം ഉപയോഗിക്കുന്ന വാക്ക്. അപ്പം ഞാൻ എൻ്റെ അല്ലെ, അതിൻ്റെ, എൻ്റെ പേര്, ഞങ്ങളുടെ ഇഷ്ടം, എൻ്റെ ഇഷ്ടം, അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ നൗണിന് പകരം ഉപയോഗിക്കുന്നതാണ് സർവനാം. അപ്പൊ സർവനാമിന്റെ കൂടെ കാരക്ക് ചേരുമ്പോൾ, കാരക്ക് എന്ന് പറയുമ്പോൾ നീ, കോ, സേ, കാക്കേക്ക്, എൻ്റെ, ഓൺ അല്ലെ, അവളുടെ, അവന്റെ, എൻ്റെ, ഉടെ, ഇൽ, കിൽ അല്ലെ, അങ്ങനെ പറയുന്ന കാരക്കുകൾ ചേരുമ്പോൾ നമുക്ക് എന്ത് ചെയ്തു, കുറെ അധികം ചേഞ്ചസ് സംഭവിക്കും. ആൻഡ് അതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിനെ പറ്റി ഐഡിയ ലൈക് കുറെ നമ്മൾ എക്സാംസ് ഒക്കെ കഴിഞ്ഞതല്ലേ, അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ആർക്കെങ്കിലും ഒന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണേ. ഓക്കെ ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, यह प्लस को, यह प्लस को, ये अला यह, याहा प्लस को,
ആരെങ്കിലും? യഹ് പ്ലസ് കാ അല്ല ഞാൻ പറഞ്ഞത്, യഹ് പ്ലസ് കോ എന്നാണ് ഞാൻ പറഞ്ഞത്. ഇസ്മയാണോ? കോ കോ, മേ അല്ല, കോ. യഹ് പ്ലസ് ഇസ്കോ. ജിനാസ് പറഞ്ഞു, റുഖ്സാന മെസ്സേജ് ചെയ്തു ഇസ്കോ അല്ലെ, യഹ് പ്ലസ് കോ ഇസ്കോ. ശരിയാണ്. അതുപോലെ തും പ്ലസ് കോ. ഉൻകോയാ? ഏതാ? തുജിക്കോയാണോ? ഏതാണ്? തും പ്ലസ് കോ എന്താണ്? ആരാ പറഞ്ഞേ? തുംകോ എന്നാരോ പറഞ്ഞോ? തും പ്ലസ് കോ ഉൻകോയാ? തുംകോ ആണ്. തുംകോ കറക്റ്റ് ആണ്. തുംകോനെ നമ്മൾ വേറെ രീതിയിലും കൂടി പറയും, തുമേ എന്ന് പറയും. തുമേ. ഇനി നമുക്ക് തിരിച്ചൊന്ന് നോക്കാം. തുമ്ഹാര എന്ന് പറയും അല്ലെ, തുമാര നാം ക്യാ ഹി നമ്മൾ ചോദിക്കും. ഹൗ യു സ്പ്ലിറ്റ് തുമാര? തുമാര കേട്ടോ, തുമാര എന്നുള്ളത് നമ്മളെങ്ങനെ പിരിച്ചെഴുതും? അത് നോക്കിക്കേ. തിരിച്ച തുമാരേനെ നമ്മളെങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതും? ആരെങ്കിലും? തുമാര. ടു പ്ലസ് കാ. ഐഷയാണോ? ഐഷ പറഞ്ഞോ. ഐഷ ഓപ്പൺ ആക്കി അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോ. എന്തിനാ മെസ്സേജ് ചെയ്യണേ? തുമാര ആരുമില്ല? ചുമ്മാ ഒന്ന് പറഞ്ഞോ, തെറ്റിയാലും കുഴപ്പമില്ല. 2 plus ആണ്. 2 plus കാ ആണോ? നോക്കാം. 2 plus കാ ആണോ നോക്കാം. വെരി ഗുഡ് ഐഷ. എന്തായാലും പറഞ്ഞ സ്ഥിതിക്ക് വേറെ ആരുമില്ല. ചിത്രമൊന്നും പറയുന്നില്ലേ? എന്തെങ്കിലും പറ. തെറ്റട്ടെ, കുഴപ്പമില്ലല്ലോ. ചിത്രയൊക്കെ ഉറങ്ങിയോ? തും പ്ലസ് കോ. തും പ്ലസ് കോ. ഓക്കെ, തും പ്ലസ് കോ ഇരിയട്ടെ. ഇനി ഞാൻ ചോദിച്ചത് തുമാരയാണേ. കുഴപ്പമില്ല. തും പ്ലസ് കോ ശരിയാ. നോക്കാം, നമുക്ക് ശരിയാണോ നോക്കാം. വേറെ ആരുമില്ല. ഷംസുദ്ദീൻ, സലീമ, സാദിഖ്. ഞാൻ ഇതിൽ കാണുന്ന പേരാണേ വിളിക്കുന്നേ. തും പ്ലസ് കാ. തും പ്ലസ് കാ. തും പ്ലസ് കോ ആണ്. ഓക്കെ, സോ എല്ലാവർക്കും അറിയാം തും പ്ലസ് ആണെന്നല്ലേ. അപ്പം തും പ്ലസ് കാ ആണ് കേട്ടോ. തെറ്റിയാൽ കുഴപ്പമില്ല. തും പ്ലസ് കാ തുമാർ. അപ്പൊ തും പ്ലസ് കോ ആണെങ്കിൽ എന്താവും? തുമേം എന്നാവും. തുംകോ നമ്മൾ പറഞ്ഞു തുംകോ. തും പ്ലസ് കീ ആണെങ്കിൽ തുമാരി. ഓക്കെ, ആ രീതിയിൽ ചേഞ്ചസ് സംഭവിക്കും, കുഴപ്പമില്ല. ഓക്കെ, അപ്പം അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പം ഇനി നമ്മൾ വേറൊരു ടോപ്പിക്കിലേക്ക് പോകണം. നമ്മുടെ എക്സാമിന് ചോദിക്കുന്ന ചരിത്ര ചിത്രം. എന്താണ് ചരിത്ര ചിത്രം? ചരിത്ര ചിത്രം സ്കെച്ച് അല്ലേ? എന്താണ് ക്യാരക്ടർ സ്കെച്ച് എന്ന് പറഞ്ഞ? കഥാപാത്ര നിരൂപണം. ക്യാരക്ടർ സ്കെച്ച് ആണ്. കഥാപാത്ര നിരൂപണം. മലയാളത്തിൽ പറയുകയാണെങ്കിൽ കഥാപാത്ര നിരൂപണം. ഒരു ക്യാരക്ടറിനെ സ്കെച്ച് ചെയ്യുക അല്ലെ. ക്യാരക്ടറിന്റെ എന്താ പറയാ, പ്രത്യേകതകൾ, നെഗറ്റീവ്സ്, പോസിറ്റീവ്സ് ഒക്കെ എഴുതാന്നുള്ളതേ ഉള്ളൂ ക്യാരക്ടർ സ്കെച്ച്. അപ്പൊ നമുക്ക് കുറച്ചധികം കഥകളും കവിതകളും ഒക്കെ പഠിക്കാം. ശരിയാ ജിജിന, ക്യാരക്ടർ സ്കെച്ച്. അപ്പൊ നമുക്ക് കവിതകളിൽ നിന്ന് ചോദിക്കാറില്ല, മിക്കവാറും കഥകളിൽ നിന്നൊക്കെയാണ്, കഥകളിൽ നിന്നും ഉപന്യാസത്തിൽ നിന്നൊക്കെയാണ് നമുക്ക് ചോദിക്കുക, നാടകം എന്നൊക്കെ. അപ്പം ഞാനിവിടെ കുറച്ച് ക്യാരക്ടേഴ്സിന്റെ പേര് എഴുതിയിട്ടുണ്ട്, 4 പേരുടെ. ഇതൊന്ന് വായിച്ചേ നാജിയ ഒന്ന് വായിച്ചേ. ഗംഗി, ബേല, ഗുഡലി,
Abdul Jabbar. വെരി ഗുഡ്, താങ്ക് യു. അജിനാസ് ഒന്ന് പറഞ്ഞേ, ഈ ഗംഗി എന്ന് പറയുന്നത് ഏത് ചാപ്റ്ററിലെ ക്യാരക്ടറാണ്? Tagore ka Hukwa. വെരി ഗുഡ്, ഠാക്കൂർ കാ ഗുവ. ഇനി അടുത്ത ഒരു ആള്, അടുത്ത ആരാ പറയാ? സലീമ സാദിഖ് 2 പ്രാവശ്യം ചോദിച്ചു. സലീമ ഒന്ന് പറയൂ. നാസർ മദാനി പറയാന്നാണോ റൈസ് ചെയ്തേ? പറഞ്ഞു. ബേല ഏതിലെ ക്യാരക്ടറാ? ആർക്ക് വേണമെങ്കിലും പറയാം കേട്ടോ, ഞാൻ പേര് വിളിക്കാൻ ആർക്കൊന്നും വേണ്ട. വെരി ഗുഡ്, ബീർ ബഹൂട്ടി. മുഹമ്മദ് നിഹാൽ എന്ന് പറഞ്ഞ ഗുഡ്ലി ഏത് ചാപ്റ്ററിലെ ക്യാരക്ടറാ? ഗുഡ്ലി ശരി, ആരെങ്കിലും പറയൂ ഗുഡ്ലി. ഏതാ? എനിക്ക് കേൾക്കുന്നില്ല. ഗുഡലി तो पराई है. ഗുഡ്ലി തോ പറായി ഹെ. ഇനി അടുത്തത് അബ്ദുൾ ജബ്ബാർ എന്ന് പറയുന്ന ഏതിലെ ക്യാരക്ടറാ? दिशाहीन दिशा. ഓക്കെ, ഷാഹിൻ ദിശ. അപ്പൊ നമുക്ക് എല്ലാ ക്യാരക്ടേഴ്സിനെ അറിയാം. സോ ഇനി നമുക്ക് ഇവരുടെ ക്യാരക്ടർ സ്കെച്ചുകളാണ് അറിയേണ്ടത്. അതറിയാൻ മാത്രം പോരാ, നമുക്കത് എന്ത് ചെയ്യണം? പേപ്പറിലേക്ക് ആക്കണം അല്ലേ? സോ നമ്മൾ അടുത്ത ക്ലാസ്സിൽ എങ്ങനെയായിരിക്കും അല്ലെ ഒരാളുടെ ക്യാരക്ടർ സ്കെച്ച് എഴുതുക, എന്തൊക്കെയാണ് നമ്മൾ അതിൽ ആഡ് ചെയ്യേണ്ടത്, ആരുടെയൊക്കെ ക്യാരക്ടർ സ്കെച്ച് ആണ് പഠിക്കേണ്ടത് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ കുറെ അധികം അല്ലെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് വരാനുണ്ട് ഇനി പത്രലേഖൻ, അങ്ങനെ രീതിയിലുള്ള കുറെ അധികം. സോ അതൊക്കെ നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോകും, നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നൊക്കെയുള്ള രീതിയിൽ, ഏത് ഏരിയ ആണ് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതെന്നൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. സോ ഇതുവരെ പറഞ്ഞതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം മനസ്സിലായോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയോ നമ്മൾ എങ്ങനെയാ പഠിക്കേണ്ടത് എന്നുള്ളത്? ആരെങ്കിലും ഒരു റിവ്യൂ പറഞ്ഞേ. ഒരു പേര് ജിജിന. മുഹമ്മദ് നിഹാലിനെ ഞാൻ വിളിച്ചിരുന്നു, നിഹാൽ കേട്ടില്ല. നിഹാൽ ഉണ്ടോ അവിടെ? ഉണക്കി വെച്ചിട്ട് പോയതാണോ? ഓക്കെ, ആരെങ്കിലും ഒരാള് ചിത്ര ഒന്ന് പറഞ്ഞു. ചിത്ര അല്ലേ ആദ്യം ക്യാമറ ഓൺ ആക്കിയ ആള്? ഒന്ന് പറഞ്ഞേ, എന്താണ് ഇഷ്ടമായോ നമ്മള് ഇതിനെ പറ്റി പറഞ്ഞതൊക്കെ? അല്ല, ഐഡിയ നമ്മൾ എന്താണ് മസ്റ്റ് ഫോക്കസ് ചെയ്യേണ്ടത്? സർവനാമം ഒന്നും കൂടി പറയാം. ഇപ്പൊ നമ്മൾ ജസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തതല്ലേ നസീർ മദാനി. നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ആയിട്ടില്ല, എന്നാൽ പോലും നമ്മൾ ജസ്റ്റ് ഒരു ഓവറോൾ എന്തൊക്കെയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തതാണ്. നമ്മൾ എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടതെന്നാണ് നമ്മൾ നാളെ ഒരു ക്ലാസ്സിലും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യും. കുറച്ചും കൂടി ക്വസ്റ്റ്യൻസും എങ്ങനെയൊക്കെയാണ് നമ്മൾ കൂടുതൽ മാർക്സ് സ്കോർ ചെയ്യാൻ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക എന്നൊക്കെയാണ്. ഒരു ഐഡിയ കിട്ടിയോ? എന്തെങ്കിലും ന്യൂസ് കിട്ടിയോ ഈ 1 hour നമ്മളിവിടെ സ്പെൻഡ് ചെയ്തിട്ട്? ആരും മ്യൂട്ട് ചെയ്യുന്നില്ല. ഓരോ തംസപ്പ് അയച്ചേ, മനസ്സിലായി എന്തൊക്കെയോ ഐഡിയ കിട്ടിയെങ്കിൽ. നോട്ട്സ് നമ്മൾ ക്ലാസ് എടുത്തു തുടങ്ങിയാൽ അയച്ചു തരാം കേട്ടോ. കിട്ടി. സോ നമ്മുടെ 1 hour യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലായി എന്നൊക്കെ കുറച്ച് പേർക്ക് മനസ്സിലാവുന്നുണ്ട്, കുറച്ച് പേരൊക്കെ തംസപ്പ് അയക്കുന്നുണ്ട്, കുറച്ച് പേരൊന്നും കാണാനില്ല. ഓക്കെ, വാട്ടെവർ. ശരി. മതി തംസപ്പ് അയച്ചുകൊണ്ടേ ഇരിക്കേണ്ട. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും
കുറച്ച് എന്തൊക്കെയോ മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് അടുത്ത ദിവസം ഇതിന്റെ കുറച്ച് കണ്ടിന്യൂവേഷൻ കാണാം. അപ്പൊ നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ പറയുന്ന എന്ത് കാര്യമാണെങ്കിലും എനിക്ക് അതേപോലെ മനസ്സിലാവും. ബിക്കോസ് ഞാനും ഇതുപോലെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാറുണ്ടല്ലോ. അപ്പൊ നമ്മൾ എന്ത് പറയും നിങ്ങൾ പേടിക്കേണ്ട. കാരണം ഇത് നിങ്ങളുടെ പബ്ലിക് എക്സാം ഓറിയന്റേഷൻ ആണ്, അല്ലാതെ പബ്ലിക് എക്സാമിന്റെ മാർക്ക് ഇടുന്ന പരിപാടിയൊന്നും അല്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് എന്തറിയോ അത് പറഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. സോ അപ്പൊ നമുക്ക് അടുത്ത ദിവസം കാണാം അല്ലേ? ബായ് എന്ന് പറയൂ എല്ലാരും ഒന്ന്. Thank you, Miss. യെസ്, Teacher, you. thank you. Thank you, Miss. Thank you. താങ്ക് യു. യാ ബൈ ബൈ. സോ ലീവ് ചെയ്തോളൂ കേട്ടോ, നമുക്ക് അടുത്ത ദിവസം കാണാം. ഗുഡ് നൈറ്റ്. ഇനിയിപ്പോ